ഹായ് ടാലേഴ്സ്. പവർ മെഷീനിൽ പ്രഷർ ഫുഡ് പ്രസ് ആവാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ ഫേസ് കവർ റിമൂവ് ചെയ്യുക. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, എന്ത് പ്രശ്നം വന്നാലും ആദ്യം പവർ ഓഫ് ആക്കുക. പവർ മെഷീനിൽ എന്ത് പ്രശ്നം വന്നാലും ആദ്യം പവർ അങ്ങ് ഓഫ് ആക്കുക. ദെൻ ഫേസ് കവർ റിമൂവ് ചെയ്ത് നീഡിൽ റിമൂവ് ചെയ്ത് എന്നിട്ട് പ്രഷർ ഫുഡും റിമൂവ് ചെയ്യുക. അതിനുശേഷം പ്രഷർ ക്യാപ്പ് മുകളിലത്തെ സ്ക്രൂ ഉണ്ടല്ലോ അതൊന്ന് റിലീസാക്കുക. പ്രഷർ ക്യാപ്പ് അങ്ങ് ഊരി അങ്ങ് എടുക്കുക, കംപ്ലീറ്റ് അങ്ങ് ഊരി എടുക്കുക. പതുക്കെ ഊരി അങ്ങ് എടുക്കുക. ഊരിയതിന് ശേഷം പ്രഷർ സ്പ്രിങ് മാറ്റുക. പ്രഷർ സ്പ്രിങ്ങൊക്കെ മാറ്റിയിട്ട് പ്രഷർ ബാർ നമുക്ക് എടുക്കണം. പ്രഷർ ബാർ എടുക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ഫുഡിൻ്റെ സ്ക്രൂ ഫുൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം 3 സ്ക്രൂ മുകളിലോട്ട് കാണുന്നില്ലേ, ആ 3 സ്ക്രൂവിൻ്റെ സെൻറ്റർ സ്ക്രൂ ആണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ട. സെൻറ്റർ സ്ക്രൂ ജസ്റ്റ് ഒന്ന് റിലീസാക്കണം. ജസ്റ്റ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ആ പ്രഷർ ബാറിനെ പുറത്തിട്ട് എടുക്കണം. പ്രഷർ ബാർ മുകളിലോട്ടങ്ങ് എടുത്തെടുത്തും പുറത്തോട്ടാക്കണം. അതിന് ശേഷം അത് നന്നായിട്ടങ്ങ് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് റീഅസംബിൾ ചെയ്യണം. അതൊക്കെ പ്രഷർ റീഅസംബിൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചങ്ങോട്ട് ഇടുക. അതിനുശേഷം പ്രഷർ സ്പ്രിങ് ഇടരുത്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഫൂട്ടാണ് ഇടേണ്ട. പ്രഷർ ഫൂട്ട് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മളത് പ്രഷർ ഫൂട്ട് പല്ലുമായിട്ട്, അതായത് നമ്മളെ ഫൂട്ടും ആ മെഷീൻ്റെ അനങ്ങുന്ന ഭാഗമായിട്ട് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ സൂചിയും ഇട്ട് കൊടുത്ത് ആ ഹോളും കറക്റ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രഷർ സ്പ്രിങ് അവിടെ ഇടാൻ പാടുള്ളൂ. പ്രഷർ സ്പ്രിങ് ഇട്ടതിന് ശേഷം നമ്മൾ പ്രഷർ ക്യാപ്പ് വെച്ച് അതങ്ങ് ക്ലോസ് ആക്കിയത്, എന്നിട്ട് ഫേസ് കവറും എപ്പോഴാണോ കറക്റ്റായിട്ട് പ്രസ്സായി നിൽക്കുന്നത് അവിടെ വെച്ച് നമ്മൾ ആ 3ാമത്തെ സ്ക്രൂ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ വീഡിയോ കാണിച്ചു തരാം. എല്ലാം ചെയ്തതിന് ശേഷം പ്രഷർ ഫുഡിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കണം. ഫീഡോഗെന്ന് വെച്ചാൽ പല്ല്, ഫീഡോഗിനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം നടുക്കത്തെ സ്ക്രൂ ഉണ്ട്, 3 സ്ക്രൂവിൽ നടുക്കത്തെ സ്ക്രൂ നമ്മൾ നേരത്തെ ലൂസാക്കിയ അതേ സ്ക്രൂവിനെ നമ്മൾ തിരിച്ച് കറക്റ്റാക്കി നടുക്കത്തെ സ്ക്രൂവിനാക്കിയതിന് ശേഷം നമുക്ക് പ്രഷർ ഫുഡ് മെഷീനും തമ്മിൽ കറക്റ്റ് അകലമാണ്, അതായത് പ്രസ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ, അതായത് പ്രഷർ ഫുഡ് താത്തിട്ടതിന് ശേഷം പ്രസ്സാവ് നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രഷർ ഫുഡ് പ്രോബ്ലം ശരിയായി. എന്നിട്ട് കറക്റ്റ് ആ 3 സ്ക്രൂവിൽ നടുക്കത്തെ സെൻറ്റർ സ്ക്രൂ ഒന്ന് ടൈറ്റ് ആക്കുക. നിങ്ങളുടെ കാര്യം അവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം അങ്ങനെ സോൾവായി കിട്ടി. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക, ഏത് കംപ്ലൈൻറ്റാണ് പവർ മെഷീൻ, എന്തെങ്കിലും വേണമെങ്കിൽ ഏത് കംപ്ലൈൻറ്റാണ് മാറണേന്നൊന്നും ചോദിക്കുക. അപ്പോൾ പവർ മെഷീൻ എല്ലാവർക്കും തൊടാനൊക്കെ ഭയങ്കര പേടിയാണ്. നമുക്ക് തന്നെ അത് ചെറിയ പണിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. എഞ്ചിനീയർ ലെവലല്ല, ജസ്റ്റ് മെക്കാനിക്കൽ ലെവലൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ